കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പിയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അകലുന്നതായി റിപ്പോർട്ടുകൾ വരികയാണ്. ബി.ജെ.പിയെ ജയിപ്പിക്കാൻ അട്ടിമറികൾ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടുകൂടി എന്നുവരെ പേരുദോഷമുള്ളപ്പോൾ ഇവർ രണ്ടുപേരും അകന്നാൽ പണിപാളി. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസ് പരാതി നൽകി. വോട്ട് വ്യത്യാസവും EVM ബാറ്ററി ചാർജും എല്ലാം വിദഗ്ധർ അവിടെ കണ്ടെത്തിയിട്ടും ബി.ജെ.പിയുടെ വിജയം പൂർണ്ണമായും അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിനെ ശാസിക്കുകയും ചെയ്തു. ഇതെല്ലാം കാണുമ്പോഴാണ് ജനങ്ങൾ ഇങ്ങനെയൊരു സംശയം പ്രകടിപ്പിച്ചത്. അത്രയ്ക്കും തേനും പാലുമായി കൂടെ നിൽക്കുന്ന രണ്ടുപേർ ഇപ്പോൾ അകലുന്നു എന്ന് പറഞ്ഞാൽ അത് ബി.ജെ.പിക്ക് തന്നെയാണ് ഏറെ നഷ്ടം. പുറത്തുവരുന്ന സൂചനകൾ പ്രകാരം 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഒഴിവാക്കിയതടക്കമുള്ള തീരുമാനങ്ങൾ ഡൽഹിക്കുള്ള മോദി സർക്കാരിന്റെ സമ്മാനമാണ് എന്നുള്ള ബി.ജെ.പിയുടെ പത്രപരസ്യം ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചൊടിപ്പിച്ചത്. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന് വെറും 3 ദിവസങ്ങൾക്ക് മുൻപാണ് ഈ പരസ്യം നൽകിയത്. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ബജറ്റിൽ ഡൽഹി സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ പാടില്ല എന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതാണ്. എന്നിട്ടും അതിനെ ഒരു പുല്ലും വിലവെക്കാതെ കേന്ദ്ര സർക്കാർ ജീവനക്കാർ അടക്കം നികുതിദായകർ ഏറെയുള്ള ദില്ലി സംസ്ഥാനത്ത് അങ്ങനെയുള്ള ഒരു പരസ്യം നൽകിയത് തെറ്റാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായ സൂചന നൽകി കഴിഞ്ഞു. ആദായ നികുതി ഇളവ് മാത്രമല്ല, ദില്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗുണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഫുഡ് ഡെലിവറി അടക്കമുള്ള ഗിഗ് തൊഴിലാളികൾക്കുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതി, ജലജീവൻ മിഷൻ, ചെലവ് കുറഞ്ഞ ഭവന പദ്ധതി എന്നിവയാണ് പരസ്യത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് 20 ദിവസങ്ങൾക്ക് മുൻപ് 8ാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കുമെന്ന പ്രഖ്യാപനം നടത്തുകയും കഴിഞ്ഞയാഴ്ച ഏകീകൃത പെൻഷൻ പദ്ധതിയുടെ വിജ്ഞാപനം ഇറക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര ജീവനക്കാർ ഏറെയുള്ള ഡൽഹിയിൽ മാത്രം 4 ലക്ഷത്തോളം പേർക്ക് ശമ്പള കമ്മീഷന്റെ ഗുണം ലഭിക്കുമെന്നാണ് കണക്കിൽ പറയുന്നത്. ഇതിൽ ഡൽഹി സർക്കാരിലെ ജീവനക്കാരും ഉൾപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ ബഡ്ജറ്റ് ഏറ്റവും നല്ല പരസ്യ ബോർഡായി സ്ഥാപിക്കുന്ന 100ാം കിട രാഷ്ട്രീയമാണ് അവർ നടത്തുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് കയറി ഇത്രയും അധികാരം കാണിച്ചതോടെ ബി.ജെ.പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെറ്റി എന്ന് തന്നെ പറയാം. ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല.